ടിപി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവില്ല. ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവെന്ന് വിശദീകരണം. സൂപ്രണ്ടിനോട് വിശദീകരണം തേടി DGP വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, സൂപ്രണ്ടിന് സംഭവിച്ച പിഴവ് എന്ന് തന്നെയാണോ വിശദീകരണം? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് ടിപി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും ജയിൽ സൂപ്രണ്ടും ഒക്കെ എത്തിയത്. ഇതേറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമായ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ 3 പ്രതികളുടെ, അതായത് രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നീ 3 പ്രതികളെയായിരുന്നു ശിക്ഷാ ഇളവ് നൽകിക്കൊണ്ട് പുറത്തിറക്കാനും ഒപ്പം തന്നെ സഹായിക്കാനുമുള്ളൊരു സർക്കാർ നടപടി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ജില്ലാ ജയിൽ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുകയും പോലീസിനോട് ഇവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട അയൽവാസികൾ, ബന്ധുക്കൾ അടക്കമുള്ളവരുടെ കൈകളിൽ നിന്ന് റിപ്പോർട്ട് നൽകി അതിനുശേഷം പരിശോധിച്ചതിന് ശേഷം നടപടികൾ വേഗത്തിലാക്കാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. പക്ഷെ അതിനാണ് ഇപ്പോൾ ഒരു കടിഞ്ഞാണിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിലാണ് സൂപ്രണ്ടിനോട് ഇപ്പോൾ ജയിൽ വകുപ്പ് മേധാവി, ജയിൽ DGP വിശദീകരണം തേടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടിപി കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടില്ല എന്നും ജയിൽ മേധാവി പറയുകയുണ്ടായി. ഷാനി, ഇവിടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ജയിൽ ചട്ടങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഗവർണറെ സമീപിക്കുമെന്ന് KK രമ MLA അടക്കം വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു തടി തപ്പാനുള്ള നീക്കം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് എന്നുള്ള ഒരു ന്യായീകരണം കണ്ടെത്തി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണോ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സുരേഷ്, ഒരു ഭാഗത്ത് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതായി വരും. കാരണം കഴിഞ്ഞ ദിവസം സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ അറിവോടെ നടക്കുന്ന ഒരു നടപടി തന്നെയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 പ്രതികളടക്കം 56ഓളം വരുന്ന പ്രതികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാണ് പോലീസിനോട് ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമമായൊരു തീരുമാനം എടുക്കാനായിരുന്നു സർക്കാർ തലത്തിലെ തീരുമാനം. പക്ഷേ അതിനാണ് ഇപ്പോൾ വിവാദങ്ങളും വിമർശനങ്ങളും ശക്തമായതോടുകൂടിയും ഒപ്പം തന്നെ KK രമ MLA അടക്കമുള്ളവർ കോടതിയെ സമീപിക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി രംഗത്തെത്തിയ ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു നടപടിയെ സർക്കാർ തലത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പ്രതികൾക്ക് ഒരു രീതിയിലുമുള്ള ശിക്ഷാ ഇളവ് നൽകില്ല. കൃത്യമായ അന്വേഷണം ഒപ്പം തന്നെ വിശദീകരണം ജയിൽ മേധാവി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ നടപടിയിൽ ഒതുങ്ങാനുള്ള സാഹചര്യവും ഈ കേസിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം പുറത്തു വന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അടക്കം സമീപിക്കുമെന്ന് KK രമ വ്യക്തമാക്കിയത്. കാരണം ഇത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ചട്ടങ്ങൾ, ജയിൽ നിയമത്തിലെ ചട്ടങ്ങൾ അടക്കം ലംഘിച്ചുകൊണ്ടാണ് 3 കൊലപാതകങ്ങൾക്ക് അല്ലെങ്കിൽ 3 പ്രതികൾക്ക് ഇത്തരത്തിലൊരു ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജീവപര്യന്തമാണ് എങ്കിൽ പോലും ഒരു രീതിയിലുമുള്ള ഇളവ് ഈ ജീവപര്യന്ത കാലയളവിൽ നൽകരുത് ഈ പ്രതികൾക്ക് എന്നുള്ള കൃത്യമായ നടപടിയും വിധിയും ഹൈക്കോടതി നൽകിയെന്നിരിക്കെയാണ് അത് അടക്കം അട്ടിമറിച്ചുകൊണ്ട് കോടതി അലക്ഷ്യം അടക്കം നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം CPM-ന്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായത്. പ്രത്യേകിച്ച് കണ്ണൂരിലടക്കം കൊലപാതക രാഷ്ട്രീയവും ഒപ്പം ബോംബ് രാഷ്ട്രീയവും വീണ്ടും ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ CPM അനുനായികൾ കൂടിയായിട്ടുള്ള പ്രതികളെ പുറത്തിറക്കാനും ഇളവ് നൽകാനുമുള്ള സർക്കാർ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ അവസാനിച്ചതിന് തൊട്ട് സമയത്ത് തന്നെയാണ് ഈ നടപടികൾ വേഗത്തിലാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അതിന് താൽക്കാലികമായ ഒരു കടിഞ്ഞാണ് ഇപ്പോൾ ജയിൽ മേധാവിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഇത്തരത്തിലൊരു കത്ത് നൽകുകയും പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ജയിൽ സൂപ്രണ്ടിനോട് കൂടി ഈ ഒരു വിശദീകരണം ഇപ്പോൾ ജയിൽ മേധാവി തേടിയിരിക്കുകയാണ്. എന്തായാലും ആ റിപ്പോർട്ടിന്റെയും ഒപ്പം തന്നെ വിശദീകരണത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ 56ഓളം വരുന്ന പ്രതികൾക്ക് ഇത്തരത്തിൽ ഇളവ് നൽകാനും അവരെ മോചിപ്പിക്കാനുമുള്ള സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും തിരക്കിട്ട നടപടിക്കും തീരുമാനത്തിനും ഒരു തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യുന്നത്. സുരേഷ്, ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.